സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ അതുപോലെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കാർഡ് ആക്സിസ് ബാങ്കിൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡാണ്. ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. മൈസോൺ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിയോ ക്രെഡിറ്റ് കാർഡും കൂടി വന്നിട്ടുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ തന്നെ ടൈപ്പ് ഒന്നും അല്ലാത്ത ക്രെഡിറ്റ് കാർഡ്സാണ്, അവരുടെ ഒറിജിനൽ ക്രെഡിറ്റ് കാർഡ്സാണ് ആക്സിസ് ബാങ്കിൻ്റെ മൈസോണും നിയോയൊക്കെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. സൊമാറ്റോ വഴി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 40% ഓഫാണ് കിട്ടുന്നത് ഈ കാർഡ് വഴി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഒരു കൂപ്പൺ കോഡ് വരുന്നുണ്ട് ആക്സിസ് നിയോ. ഈ ആക്സിസ് നിയോ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്ത് 40% നമുക്ക് ഓഫ് കിട്ടും. മാക്സിമം നമുക്ക് 120 രൂപയാണ് ഒരു മാസം നമുക്ക് ഓഫറായിട്ട് കിട്ടുന്നത്. 2 പ്രാവശ്യമാണ് നമുക്ക് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നത്. മിനിമം സ്പെൻഡ് നമുക്ക് 200 ആണെങ്കിലാണ് ഈ ഓഫർ കോഡ് അപ്ലൈ ചെയ്യാനായിട്ടും ഈ കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഓഫർ കിട്ടുന്നത്. ഓരോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റാണ് കിട്ടുന്നത്. ഒരു റിവാർഡ് പോയിൻ്റ് വാല്യൂ വരുന്നത് 20 പൈസയാണ്. യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ് നമ്മൾ Paytm ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5% ഓഫാണ് ഈ കാർഡ് വഴി വരുന്നത്. 150 രൂപയാണ് നമുക്ക് മാക്സിമം ക്യാഷ് ബാക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മിനിമം 299 മേലുള്ള ട്രാൻസാക്ഷനാണ് യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സിനാണ് നമുക്ക് ഈ ഓഫർ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മാസത്തിൽ നമുക്ക് ഒരു പ്രാവശ്യമാണ് ഈ ഓഫർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പവർ ഓഫ് 10 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഈ കാർഡിൽ വരുന്നുണ്ട്. ബ്ലിങ്കിറ്റ് വഴിയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10% ഓഫാണ് ഈ കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്ത് കിട്ടുന്നത്. മാക്സിമം നമുക്ക് 250 രൂപയാണ് നമുക്ക് ഓഫായിട്ട് കിട്ടുന്നത്. ബട്ട് മിനിമം സ്പെൻഡ് നമ്മുടെ 750 മേലെ ആയിരിക്കണം. അതുപോലെ ഒരു മാസം ഒരു വട്ടമാണ് നമുക്ക് ഈ ഓഫർ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മിൻട്ര വഴി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് 999 രൂപയ്ക്ക് മേലെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫർ കിട്ടുന്നുണ്ട്. 150 രൂപയാണ് മാക്സിമം നമുക്ക് ഓഫ് കിട്ടുന്നത്. 10% ഓഫാണ് വരുന്നത്. മിനിമം സ്പെൻഡ് 999, മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് 150 രൂപയായിരിക്കും. മൂവി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10% ഓഫ് ഈ കാർഡ് വഴി വരുന്നുണ്ട്. മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് 100 രൂപയാണ്. ഡൈനിങ് ഡിലൈറ്റ് പ്രോഗ്രാം ഈ കാർഡിൻ്റെ കൂടെയും വരുന്നുണ്ട്. 15% ഓഫാണ് വരുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ഈ ഓഫർ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മിനിമം സ്പെൻഡ് 2500 രൂപ മേലേക്കാണ് നമുക്ക് 15% ഓഫർ അപ്ലിക്കബിൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. 1% ഫ്യൂവൽ സർചാർജ് വേവർ ഈ കാർഡിൻ്റെ കൂടെ വരുന്നുണ്ട്. മിനിമം സ്പെൻഡ് 400 രൂപ മുതൽ 4000 രൂപ വരെ ഉള്ള പേയ്മെൻറ്റ്സിനാണ് നമുക്ക് 1% സർചാർജ് വരുന്നത്. മാക്സിമം നമുക്ക് 400 രൂപയാണ് ഫ്യൂവൽ സർചാർജ് വേവറായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഈ കാർഡ് വഴി ചെയ്യുന്ന ഫസ്റ്റത്തെ പേയ്മെൻറ്റ്, യൂട്ടിലിറ്റി പേയ്മെൻറ്റിന് നമുക്ക് 100% വരെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ് ടു 300 റുപ്പീസാണ് നമുക്ക് യൂട്ടിലിറ്റി ഫസ്റ്റ് പേയ്മെൻറ്റിന് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത്. 30 ദിവസത്തിനുള്ളിൽ ഫസ്റ്റത്തെ ഈ പേയ്മെൻറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഓഫർ അപ്ലൈ ആയിട്ട് കിട്ടുന്നത്. വെനസ്ഡേ ഡിലൈറ്റ് ഓഫർ ഈ കാർഡിൻ്റെ കൂടെ വരുന്നുണ്ട്. 15% ഓഫാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. മേക്ക് മൈ ട്രിപ്പിലും ഗോബിഗോയിലൊക്കെ നമുക്ക് ഹോട്ടൽസ് അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെനസ്ഡേ ഡിലൈറ്റ് ഓഫറിൽ നമുക്ക് 10% ഓഫ് സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിൽ, അതുപോലെ തന്നെ 10% ഓഫ് ആമസോൺ ഫ്രഷിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 10% ഓഫ് നമുക്ക് അതോടുകൂടി തന്നെ ടൈറയിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 1000 റുപ്പീസ് വരെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ കാർഡ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കാർഡ് എടുക്കാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി എടുക്കാനായിട്ട് പ്രത്യേകം നോക്കുക. ഇപ്പോൾ ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കാർഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ 3.6% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ മന്ത്ലി നമ്മൾ റീപേയ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് മാക്സിമം നോക്കണം. ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീ നമുക്ക് വരുന്നത് 3.5% ആണ്. ക്യാഷ് അഡ്വാൻസ് ഫീ നമുക്ക് വരുന്നത് 2.5% ആണ് ക്യാഷിൻ്റെ അഡ്വാൻസ് ഫീ ആയിട്ട് വരുന്നത്. നമുക്കിപ്പോൾ ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി നോക്കാം. സാലറീഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ 21,000 രൂപയാണ് എലിജിബിലിറ്റി ആയിട്ട് പെർ മന്ത് പറയുന്നത്. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ 30,000 രൂപയാണ് പെർ മന്ത് സാലറി പറയുന്നത്. ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫിനാൻസ് റിലേറ്റഡ് ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.